സമീപകാലത്തുണ്ടായ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾക്ക് സിനിമകൾ കാരണമാകുന്നു എന്നൊരു ആരോപണം സോഷ്യൽ മീഡിയയിലും എന്തിന് ഭരണപ്രതിപക്ഷ കക്ഷികൾ പോലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തിടെ ഇറങ്ങിയ മാർക്കോയും RDX, കൊത്ത് പോലുള്ള സിനിമകളെ പഴിചാരിയും ആരോപണങ്ങളെത്തിയിരുന്നു. എന്നാൽ സമൂഹത്തിൽ കുറ്റകൃത്യം പെരുകുന്നതിന് കാരണം സിനിമകളുടെ സ്വാധീനമല്ല, കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ വിജയരാഘവൻ. സിനിമയിലെ വയലൻസിൽ പഴിചാരുന്നതിൽ യാതൊരു കാര്യവുമില്ലെന്നും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുമുള്ള സംവിധാനങ്ങളുടെ പോരായ്മയാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. ഏറ്റവും കൂടുതൽ ലോക സിനിമകൾ യുവാക്കൾ കണ്ടത് കോവിഡ് കാലത്താണ്. പ്രത്യേകിച്ച് കൊറിയൻ സിനിമകൾക്ക് ഇഷ്ടക്കാരേറെ ഉണ്ടായതും കോവിഡ് സമയത്താണ്. ഏറ്റവും കൂടുതൽ വയലൻസ് ആവിഷ്കരിക്കുന്നത് കൊറിയൻ സിനിമകളിലാണെന്നും നടൻ പറയുന്നു. വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോഴും വയലൻസ് അഭിനയിച്ചാലും അത്തരം സിനിമകൾ കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് താനെന്നും വിജയരാഘവൻ പറയുന്നു. ഇത്തരം വയലൻസ് സിനിമകൾ ഫോണിൽ കണ്ട ധാരാളം പേരുണ്ട്, അവരെല്ലാം നശിച്ചു പോയോ എന്നും നടൻ ചോദിക്കുന്നു. സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. വാർത്തകളിൽ പ്രതികളാക്കപ്പെട്ട കുട്ടികളുടെയൊക്കെ കുടുംബ പശ്ചാത്തലം ഒന്ന് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും. കുട്ടി എങ്ങനെയായി തീരണമെന്ന് തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കളാണ്. അവർ പഠിക്കുന്ന സ്കൂൾ, എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ, വളർന്നു വരുന്ന ചുറ്റുപാട് എല്ലാം നോക്കണം. പിന്നെ ഇന്നെല്ലാം സുലഭമാണ്. മയക്കുമരുന്നും കള്ളും കഞ്ചാവുമല്ല, അതിന്റെ ഉപയോഗവും കൂടി വരുന്നു. അതൊക്കെ നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിൻ്റെയൊക്കെ പോരായ്മയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായി ശിക്ഷ കൊടുക്കണം, ഇല്ലെങ്കിൽ കുറ്റങ്ങളും കൂടിക്കൊണ്ടിരിക്കും. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പിന്തുണ നൽകാനും ചിലർ ഉണ്ടെന്നതാണ് മറ്റൊരു ഗുരുതര പ്രശ്നം. രാഷ്ട്രീയവും മതവുമൊക്കെ കാരണങ്ങളായി വരും. കുറ്റം ചെയ്താലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ലഭിക്കും. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. സിനിമ കണ്ടതുകൊണ്ട് മാത്രം ആരും നശിച്ചു പോകില്ല. അങ്ങനെയെങ്കിൽ സിനിമ കണ്ട് നന്നായിക്കൂടെ? സിനിമ മാത്രമാക്കണ്ട, സീരിയലുകളായ മഹാഭാരതവും രാമായണവും കണ്ടാൽ നന്നാവണ്ടേ? അഹിംസയിൽ വിശ്വസിച്ച ഗാന്ധിജിയുടെ തത്വങ്ങൾ പിന്തുടർന്ന് മാതൃയാക്കിക്കൂടെയെന്നും വിജയരാഘവൻ ചോദിക്കുന്നു. ഒരമ്മ പറയുന്നു, മകൻ എന്നെ കാണുന്നത് അമ്മ എന്ന രീതിയിലല്ല, അവൻ വീട്ടിൽ വരുമ്പോൾ പേടിയാണെന്ന്. പെങ്ങൾക്ക് ആങ്ങളെ പേടി. ഈ കുറ്റകൃത്യങ്ങളിൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ കൃത്യമായ നിയന്ത്രണം വേണം. പോലീസും എക്സൈസും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉപയോഗിച്ച് ഇതിനെ അടിച്ചമർത്തണം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും പ്രതികരിച്ചിരുന്നു. സിനിമയുടെ സ്വാധീനമുണ്ടാവാം, എന്നാൽ ഇതെല്ലാം സിനിമയിൽ ഉത്ഭവിച്ചതാണെന്ന് പറയരുത്. ഏറെ വിമർശിക്കപ്പെടുന്നത് ഇടുക്കി ഗോൾഡാണ്. ഇടുക്കി ഗോൾഡ് എന്ന അവസ്ഥയുള്ളതുകൊണ്ടല്ലേ കലാരൂപമുണ്ടായത്, അല്ലാതെ വായുവിലൂടെ ചിന്തയിൽ നിന്ന് ആവാഹിച്ചെടുത്ത് നിങ്ങൾക്ക് സമ്മാനിച്ചതാണോ? ഇങ്ങനെയൊരു അവസ്ഥയുണ്ട്, എന്നാൽ അതിനെ മഹത്വവൽക്കരിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ആ കലാകാരന്മാരോട് ചോദിക്കണം. വിവേകം ഒരു കലയിൽ തന്നെ ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞുകൂടല്ലോ. വരികൾ വായിച്ചാൽ മാത്രം പോരാ, മനസ്സിലാക്കുക കൂടി വേണം. സിനിമയെ വെറുതെ കണ്ടാൽ മാത്രം പോരാ, മനസ്സിലാക്കണം. സിനിമയിലെ വയലൻസിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. നേരിയ തോതിലെങ്കിലും അതിന്റെ ഭാഗമായി വളർന്ന ആളാണ് ഞാൻ. ഇത് നല്ലതല്ല, കണ്ട് ആനന്ദിക്കാനുള്ളതല്ല, ഇതിൽ നിന്ന് പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. ഇതായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ അഭിപ്രായം.